കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവർ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ഔദ്യോഗികമായി തിരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവിജയമാണ് മഹായുതി നേടിയത്. ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഫട്നാവിസ്. ഇത് മൂന്നാം ഊഴമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഫട്നാവിസ് എത്തുന്നത്. 2014 മുതൽ 2019 വരെ മുഖ്യമന്ത്രിയായിരുന്നു. 1999 മുതൽ നിയമസഭയിൽ നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുകയാണ് ഫട്നാവിസ്. നാളെയാണ് മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ ഷിൻഡെ ഫട്നാവിസ് കൂടിക്കാഴ്ച നടന്നിരുന്നു. കടുത്ത നിലപാടിലായിരുന്ന ഷിൻഡെ തീരുമാനത്തിൽ ചെറിയ അയവ് വരുത്തിയിരുന്നു. ഫട്നാവിസിനൊപ്പം ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഷിൻഡെയുടെ കടുംപിടുത്തമാണ് സർക്കാർ രൂപീകരണം ഇത്രയും വൈകാൻ കാരണം. രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് ആഭ്യന്തരം, ധനകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകണമെന്നാണ് ആവശ്യം. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയിച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.